ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ചൈനയിലേക്ക് പുറപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ സന്ദർശനത്തിനായി പോകുന്ന ട്രംപ് നാളെ ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. ഇറാനെതിരായ അമേരിക്കൻ ഇസ്രായേൽ സംഘർഷം, ആഗോള എണ്ണ വിപണിയിലെ ആശങ്ക തുടങ്ങിയവ നിലനിൽക്കുമ്പോഴാണ് ട്രംപിന്റെ ചൈന സന്ദർശനം. ഇറാൻ യുദ്ധവും വ്യാപാര വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. 2025 പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ട്രംപിന്റെ ആദ്യ ചൈന സന്ദർശനമാണിത്. ഇറാനെ നേരിടാൻ ചൈനയുടെ സഹായം ആവശ്യമില്ലെന്നും ഇറാൻ തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും സമാധാനപരമായോ അല്ലാതെയോ യുദ്ധം അമേരിക്ക ജയിക്കുമെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ചൈനീസ് സന്ദർശനത്തിന് ഒരുങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് പ്രസിഡന്റായിട്ടുള്ള ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ചൈനയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 3 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ട്രംപ് ഇപ്പോൾ പോകുന്നത്. നാളെ ഷി ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. ഇറാനെതിരായ അമേരിക്ക ഇസ്രായേൽ സംഘർഷവും ഒക്കെ ഈ ഒരു ചർച്ചയിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആഗോള എണ്ണ വിപണിയിലെ ആശങ്ക, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ഇത്തരത്തിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ വലിയ ഒരു പ്രതിസന്ധിയാണ് ആഗോള മേഖലയിൽ ഒട്ടാകെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയമൊക്കെ നാളത്തെ കൂടിക്കാഴ്ചയിലൊക്കെ ചർച്ചയാകും. എന്തായാലും അമേരിക്കയും ഇസ്രായേൽ സംഘർഷം, അതായത് ഇറാനെതിരെയുള്ള അമേരിക്ക ഇസ്രായേൽ സംഘർഷവും ആഗോള എണ്ണ വിപണിയിലെ ആശങ്കകളൊക്കെ ഈ ഒരു ചർച്ചയിൽ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ഇറാൻ യുദ്ധവും വ്യാപാര വിഷയങ്ങളും ഒക്കെ കൂടിക്കാഴ്ചയിൽ ഇവർ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 2025 പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ട്രംപിന്റെ ആദ്യത്തെ ചൈന സന്ദർശനമാണിത്. ഇറാനെ നേരിടാൻ ചൈനയുടെ സഹായമൊന്നും ആവശ്യമില്ല എന്നും ഇറാൻ തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നും ഒക്കെ ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. സമാധാനപരമായോ അല്ലാതെയോ ഒക്കെ യുദ്ധം ജയിക്കുമെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്ധന വില വർധനയുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകളിൽ മൊത്ത വിൽപ്പന നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവുമായി എണ്ണ കമ്പനികൾ. ഒരു ഉപഭോക്താവിന് പരമാവധി 200 ലിറ്റർ വരെ ഡീസലും 5000 രൂപ വരെ പെട്രോളും എന്ന പരിധി നിശ്ചയിക്കാനാണ് പമ്പ് ഉടമകൾക്ക് എണ്ണ കമ്പനികളുടെ നിർദ്ദേശം. ശരാശരി വിൽപ്പന കണക്കാക്കി പരിമിതമായ ദിവസങ്ങൾക്കുള്ള ഇന്ധന ശേഖരമാണ് ആഴ്ചകളായി പമ്പ് ഉടമകൾക്ക് ഇന്ധന കമ്പനികൾ നൽകുന്നത്. പമ്പുകൾ സ്റ്റോക്ക് ഔട്ട് ആകാതെ വിൽപ്പന നീട്ടാനാണ് നിലവിലെ നിയന്ത്രണമെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആഗോള എണ്ണ മേഖലകളിലൊക്കെ വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ധന വില വർധനയുണ്ടാകുമോ എന്നൊരു ആശങ്ക എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ അഭ്യൂഹങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകളിൽ മൊത്ത വിൽപ്പന നിയന്ത്രിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എണ്ണ കമ്പനികൾ. ഒരു ഉപഭോക്താവിന് പരമാവധി 200 ലിറ്റർ വരെ ഡീസലും 5000 രൂപ വരെ പെട്രോളും ഈ ഒരു പരിധി നിശ്ചയിക്കാനാണ് ഇപ്പോൾ പമ്പ് ഉടമകൾക്ക് എണ്ണ കമ്പനികളുടെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശരാശരി വിൽപ്പന കണക്കാക്കി പരിമിതമായ ദിവസങ്ങൾക്കുള്ളിലുള്ള ഇന്ധന ശേഖരമാണ് ആഴ്ചകളായി പമ്പ് ഉടമകൾക്ക് ഇന്ധന കമ്പനികൾ നൽകുന്നത്. പമ്പുകൾ സ്റ്റോക്ക് ഔട്ട് ആകാതെ വിൽപ്പന നീട്ടാനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.